ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയെ ദ്രോഹിക്കാനും നയനയോട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമായിട്ട് പരിശ്രമിച്ച് നടക്കുകയാണ് എല്ലാവരും. ഈ സമയത്ത് നമ്മുടെ നയന തോറ്റു പോകുമെന്നും അതുപോലെ തന്നെ അവിടം വിട്ട് ഉപേക്ഷിച്ച് പോകുമെന്നൊക്കെയാണ് ഓരോരുത്തർ വിചാരിച്ചത്. പക്ഷെ നയനയെ തോൽപ്പിക്കാൻ ആവില്ല എന്നുള്ള സത്യം ഇന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ നയന ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കുമെന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാവരുടെയും മുന്നിൽ വയറിച്ചിരി ഉണ്ടാകണമെന്നും എല്ലാവരും വയറ് കണ്ട് കുഞ്ഞകത്തുണ്ടെന്ന് വിശ്വസിക്കണമെന്നുള്ള രീതിയിൽ നവ്യ ഓരോ കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. അതെല്ലാം വന്ന് ജാനകി കണ്ടുപിടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മകളുടെ വിവരങ്ങൾ അറിഞ്ഞ് ആ ഒരു വിഷമത്തിൽ അമ്മയും അച്ഛനും കൂടെ അവിടെ ഇരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നയനമോളെ കൊണ്ടുവരുന്ന കാര്യങ്ങളെപ്പറ്റി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കരുതെന്നും അങ്ങനെയൊന്നും പറയരുതെന്നും നമ്മുടെ കനകം ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അനുമോൻ്റെ കോള് വരുന്നത്. അയ്യോ, ഹനുമാൻ വിളിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമാവോ എന്നും ചോദിച്ച് കനകം ഭയങ്കര ടെൻഷനാവുക. അപ്പം നീ കോൾ എടുക്കാനായിട്ട് ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പം നിങ്ങൾ കോൾ എടുക്കുക ഗോവിന്ദേട്ടൻ, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നീ കോൾ എടുക്കുക, എന്തായാലും ഇപ്പം മകളുടെ കാര്യങ്ങൾ അറിയണമെന്നും പറഞ്ഞ് ആകാംക്ഷയോടെ ഇരുന്നതല്ലേ, നീ കോൾ എടുക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് അദ്ദേഹം കനകത്തെ കൊണ്ട് കോൾ എടുപ്പിക്കുക. എന്തായാലും കോൾ എടുത്തപ്പോഴേക്കും അതെ ഹനുമോനെ, അവിടെ വീണ്ടും പ്രശ്നമായില്ല ഹനുമോനെ എന്നും ചോദിച്ചുകൊണ്ടാട്ടോ കനകം പാവം പേടിയുണ്ടല്ലോ ആ കോൾ എടുക്കുന്നത്. അപ്പോൾ കോൾ എടുത്ത് അനു പറഞ്ഞു, എപ്പോഴും ഈ ഒരു വിചാരമായിട്ട് ഇരിക്കുകയാണോ? അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പം നിലവിൽ ഇവിടെ ഇല്ല. പിന്നെ ഏട്ടത്തി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും അല്ലെങ്കിൽ അതിനു മേലെ പറക്കാനും കഴിവുള്ള ഒരാളല്ലേ. അതുകൊണ്ട് ഏട്ടത്തിയുടെ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമേ ഇല്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുക നമ്മുടെ അനി. അപ്പോൾ അത് കേട്ടപ്പോഴാണ് ഇവർക്കൊന്ന് സമാധാനമായത്. പിന്നെ ഇവിടുത്തെ എല്ലാവരും ഏട്ടത്തിയോട് ദേഷ്യത്തിലാണ് എങ്കിൽ പോലും അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഏട്ടത്തിയെ കൊണ്ട് കഴിയും. നിങ്ങൾ രണ്ടുപേരും അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ അനി ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനി ആ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടെന്ന് ഇവർക്കറിയാം, എങ്കിൽ പോലും അതത്ര രൂക്ഷമായ പ്രശ്നമല്ലെന്ന് അവർക്ക് മനസ്സിലായി. അവരങ്ങനെ ആ ഒരു സമാധാനത്തിൽ അങ്ങനെ ഇരിക്കുക. എന്തായാലും ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ രണ്ടുപേരും കൂടി ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കെന്നാലും അവിടം വരെ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചു. ഇനി എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്? നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ആയാലോ, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒതുങ്ങി നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞു. ആ സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ടേക്ക് പോവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അച്ഛൻ. അത് കേട്ടപ്പോൾ നവ്യയുടെ കാര്യം പറഞ്ഞു. അവൾ എത്ര കൊള്ളരുതാത്തവളാണെങ്കിലും അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, നമ്മൾ അവിടേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവണ്ടേ? നമ്മൾ അങ്ങോട്ടേക്ക് അങ്ങനെ ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോശവും നമ്മുടെ മക്കൾക്ക് തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ കനകം ചോദിച്ചപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഈ പറയുന്നത് നമ്മുടെ അച്ഛൻ. കാരണം നമ്മൾ എന്ത് മേടിച്ചു കൊണ്ട് പോയാലും നമ്മുടെ മകൾക്ക് അത് ഇഷ്ടപ്പെടില്ല. മാത്രമല്ല നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നമ്മുടെ മോള് തന്നെ നമ്മളെ കളിയാക്കും, അല്ലെങ്കിൽ നമ്മളെ കൊച്ചാക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ശരിയല്ല, പോകണ്ടെന്നാണ് തൻ്റെ അഭിപ്രായം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് പറ്റുമോ ഗോവിന്ദേട്ടാന്ന് ചോദിക്കുകയാണ് ഭാര്യ. അങ്ങനെ ഒരു തീരുമാനമല്ലാതെ മറ്റെന്ത് തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നേരത്തേക്കും ഗോവിന്ദേട്ടൻ ചോദിച്ചു. എന്തായാലും ഈ പ്രശ്നമൊക്കെ ഒന്ന് തീരട്ടെ, അതിനുശേഷം കുറച്ച് ആദർശമോൻ മാറട്ടെ, നമ്മുടെ മോളോട് കുറച്ച് സ്നേഹവും കാര്യങ്ങളൊക്കെ ആയി വരട്ടെ, അതിനുശേഷം പിന്നെ നമുക്ക് ധൈര്യമായിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലാലോ. ഇപ്പം നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മോൾക്കും ഒന്നും പറയാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യമായെന്ന് വരില്ല. മാത്രമല്ല നവ്യ നമ്മളെ ആ ഒരു അപമാനിച്ച് പറഞ്ഞു വിടും എന്നുള്ള കാര്യവും പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ച് അങ്ങനെ ആ ഒരു ഇതിലെല്ലാം കഴിഞ്ഞ് അങ്ങനെ അവിടെ ഇരിക്കുന്നേ. അപ്പോൾ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം പിന്നെ കാണിക്കുന്ന നമ്മുടെ നയന അവിടുത്തെ ആ ഒരു ജ്വല്ലറി മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ കുറച്ച് കറക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ ആദർശിന് നയനയുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്തു തരാൻ പറയാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് അങ്ങനെ അങ്ങ് നിൽക്കുക. അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്ന സമയം നമ്മുടെ നയന അത് കണ്ടറിഞ്ഞ് ആദർശിന് സഹായമായിട്ട് ചെല്ലുന്നു. എന്നിട്ട് ആ ഒരു കറക്ഷൻസ് എല്ലാം കറക്റ്റാക്കി അത് മുന്നിൽ വെച്ച് കൊടുക്കുന്നു. നോക്കിക്കേ, ഇങ്ങനെയാണോ ഇത് ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു ഓർഡർ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിൽ അവിടെയും ആദർശിന് രക്ഷകയായിട്ട് വന്നതാണ് നമ്മുടെ നയന. പക്ഷെ അങ്ങനെ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉപകാരങ്ങൾ ചെയ്തതുകൊണ്ടോ അതിൻ്റെ ഒന്നും നന്ദിയോ സ്നേഹമോ കടപ്പാടോ ഒന്നും ആദർശ് കാണിക്കുന്നതുമില്ല. അപ്പോൾ ഇത് കൊണ്ടൊന്ന് നയന കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദർശ് എന്ത് ചെയ്തു? ആദർശ് അതിലേക്ക് നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് ആദർശിന് മനസ്സിലായി. ഉള്ളിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ പുറമെ കാണിക്കുന്നില്ല. അങ്ങനെ ഭയങ്കര ജാടയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നയന പറഞ്ഞു, അതെ അറിയാവുന്ന പണി ചെയ്താൽ പോരെ, അറിയാത്ത പണിയിലേക്ക് കാലെടുത്ത് വെക്കേണ്ട കാര്യമില്ല. അതിന് അറിയാവുന്ന പണി അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കണം. അവരോടൊരു അഭിപ്രായം ചോദിച്ച് അവരെ കൊണ്ടൊരു കാര്യം ചെയ്യിച്ചു എന്ന് കരുതിയേ ആ അഭിമാനമൊന്നും ഇടിഞ്ഞു പോവില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നയന
ആദർശിനോട് ഒരു ചെറിയൊരു ഇതെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം നയനി അത് പറഞ്ഞെന്ന് കേട്ടപ്പോൾ പുള്ളിക്കാരൻ അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. നയനി ആ രീതിയിൽ സംസാരിച്ചല്ലോ, അതുകൊണ്ട് അങ്ങനെ മുഖമൊക്കെ എത്തിപ്പിടിച്ച് ഒന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. എന്നിട്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോയി, ആദർശ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നയന എന്ത് ചെയ്യാനാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതൊന്നും ഈ ജന്മം നന്നാകാൻ പോകുന്ന കേസല്ലെന്നുള്ള കാര്യം നമ്മുടെ നയനക്കറിയാം. എന്തായാലും താൻ കാരണം തൻ്റെ ഭർത്താവ് ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ മോശമാകരുത് അല്ലെങ്കിൽ നാണം കെടരുത് എന്നുള്ള ചിന്തയോട് കൂടിയാണ് നയന ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നയന ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ആദർശിന് നന്നായിട്ട് അറിയാം. പക്ഷേ ആദർശ് അത് സമ്മതിച്ചു കൊടുക്കില്ല. അതാണ് ആദർശിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അവർക്കിടയിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നവ്യ ആണെങ്കിൽ തണുത്ത ഭക്ഷണം കഴിച്ചിട്ട് നയനയ്ക്ക് വയറങ്ങോട്ട് സുഖമില്ലാണ്ടായി. കാരണം രാത്രിയിൽ ഈ ഫ്രിഡ്ജിലിരുന്ന ഭക്ഷണം എടുത്ത് ചൂടാക്കുക പോലും ചെയ്യാതെ എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വയറങ്ങോട്ട് ഗ്യാസ് കയറി പണ്ടാരം അടങ്ങിയില്ലേ. നവ്യ ശരിക്കും പെട്ടു. നവ്യക്കാണെങ്കിൽ കിടക്കാൻ മേല, ഇരിക്കാൻ മേല, നടക്കാൻ മേല, ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ ഇത് ആരോടെങ്കിലും പറയണം. അപ്പോൾ പറയാതെ തന്നെ എല്ലാവരും അറിഞ്ഞു. കാരണം നവ്യക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായി. എന്തായാലും നവ്യക്ക് ഇത്ര തീരെ വയ്യാതായി കഴിഞ്ഞപ്പോൾ നവ്യയെ ഹോസ്പിറ്റലിൽ കാണിക്കണം, അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു. വേറൊന്നിനു വേണ്ടിയിട്ടില്ല, ഗ്യാസിൻ്റെ പ്രോബ്ലം. കാരണം വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ പിന്നെ വേഗം തന്നെ ഡോക്ടറെ കാണിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ ഇവർക്കിടയിലേക്ക് വന്നു. അമ്പിനും വില്ലിനും ആ ശക്തി എടുക്കുകയില്ല. ഞാനില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, പേടിച്ചു വിറച്ച്. ആ സമയത്ത് നവ്യ ഇങ്ങനെ ഇരുന്ന് വെപ്രാളം കൂട്ടുമ്പോൾ നയനയുടെ കാല് പിടിച്ച് ചെല്ലാനുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം നവ്യയ്ക്ക് ഇപ്പോൾ ആകെ തുണയായിട്ട് നിൽക്കാൻ പറ്റുന്നത് നയനയ്ക്ക് മാത്രമേ, സത്യം നയനയ്ക്ക് മാത്രമേ അറിയുള്ളൂ. എന്തായാലും കൂടെ നിന്ന് കാലു വാരാൻ നവ്യയെപ്പോലെ അത്ര ദുഷ്ടത്തിയല്ലല്ലോ നയന. അതുകൊണ്ട് ചേച്ചിക്ക് സഹായമായി ഇനി നയന എത്തുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും അത്തരത്തിലുള്ള സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.